ഓൺട്രപ്രണർഷിപ്പ് പ്രോത്സാഹിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ ക്രിയാത്മകമായ നയരൂപീകരണത്തിന് ശ്രമിക്കുന്നുണ്ട്. നയവും നിയമവും ഫണ്ടുമുണ്ടെങ്കിലും സർക്കാർ സംവിധാനങ്ങളുടെ സ്വാഭാവിക പരിമിതികളെ മറികടക്കും വിധം ഉൾക്കരുത്തും മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുന്ന വേറിട്ട ശൈലിയുമുള്ള എക്സിക്യൂട്ടീവ് നേതൃത്വമുണ്ടെങ്കിലേ നാട് നന്നാകും. ഇന്ത്യയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും ബിസിനസ് ചെയ്യുന്ന രീതി മാറിയേ മതിയാവും. കാലാനുസൃതമായിട്ട് വേണ്ട മാറ്റം വരുത്തുന്നതിനുള്ള ഒരു ശ്രമമാണ് KSIDC നടത്തിക്കൊണ്ടിരിക്കുന്നത്. പുതിയ സംരംഭകർക്ക് അതിന് ഒരു വഴി തെളിച്ചു കൊടുക്കുക, അതിനൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കൊടുക്കുക. ആ ഉദ്ദേശത്തോടുകൂടിയാണ് ഈ മെൻറ്റേഴ്സ് പ്രോഗ്രാം. സാമ്പത്തിക സഹായം കൊടുക്കുന്നതിലുപരി ഇന്ന് ആവശ്യം അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും അവർക്ക് ബിസിനസ് ചെയ്യുന്നതിനുള്ള വഴികൾ ലളിതമാക്കി കൊടുക്കുന്നതിനും വേണ്ടിയുള്ള വഴി തുറന്നു കൊടുക്കുകയാണ്. ഒരു ഞങ്ങളുടെ ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് സ്റ്റാർട്ടപ്പ് സീഡിലാണ്. നമുക്കറിയാം നമ്മുടെ പുതിയ തലമുറയിൽ വന്നിട്ടുള്ളൊരു ചേഞ്ച്. സാധാരണ നമ്മൾ പലപ്പോഴും പഠിക്കുന്ന സബ്ജക്റ്റുമായി ഒരു ബന്ധമില്ലാത്ത ജോലിയായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഇവിടെ അതിൽ നിന്നും വ്യത്യസ്തമായി പഠിച്ച കാര്യത്തിൽ ഒരു പാഷനുള്ള കാര്യത്തിൽ അതിനെ ഓപ്പറേഷണലൈസ് ചെയ്യുക, ഒരു സ്റ്റാർട്ടപ്പ് ചെയ്യുക. അപ്പോൾ വി ആർ റിയലി ഓവർവെൽംഡ് ബൈ ദ നമ്പർ ഓഫ് യൂത്ത് ഹു ആർ ഗോയിങ് ഇൻ ടു ദ സ്റ്റാർട്ടപ്പ് സീൻ. ആദ്യമായിട്ട് പ്രത്യേകിച്ചും ഈ പുതിയ സംരംഭകരോട് പറയാനുള്ള ഇത് മാത്രമാണ്. ബിസിനസ് എന്ന് പറയുന്നത് ഒരു 100 മീറ്റർ ഓട്ടമൊന്നുമല്ല, ഇതൊരു മാരത്തോൺ ഓട്ടമാണ്. അപ്പോൾ അത് പിടിച്ചു നിൽക്കാനുള്ള ആ സ്റ്റാമിനയും ആ ഒരു ധൈര്യവും ആ ഒരു വിശ്വാസവും ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ബിസിനസ്സിൽ പിടിച്ചു നിൽക്കാൻ പറ്റൂ. കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ KSIDC ഇപ്പോൾ കടന്നു പോകുന്നത് അതിൻ്റെ ഏറ്റവും നല്ല നാളുകളിലൂടെയാണ്. പരിചയസമ്പത്തും ദീർഘവീക്ഷണവുമുള്ള ചെയർമാൻ ഡോക്ടർ ക്രിസ്റ്റി ഫെർണാണ്ടസും യുവത്വവും പ്രായോഗിക ബുദ്ധിയുമുള്ള MD ഡോക്ടർ KM ബീന IAS കോർപ്പറേഷനെ പ്രൊഡക്ടിവിറ്റിയുള്ള സ്പേസ് ആക്കി മാറ്റുന്നു. ഞങ്ങൾക്ക് ഓൾറെഡി 2 ഇൻക്യുബേറ്റേഴ്സ് കൊച്ചിയിലുണ്ട്. ഇൻഫോ പാർക്കിലുമുണ്ട്, നമുക്ക് അങ്കമാലിയിലുണ്ട്, വിച്ച് ഇസ് ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു ഫുൾ കപ്പാസിറ്റിയിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കാലിക്കറ്റിൽ റീസെൻ്റ്ലി വി ഹവ് സ്റ്റാർട്ടഡ് അനദർ ഇൻക്യുബേറ്റർ ഫോർ ദി നോർത്തേൺ മലബാർ സൈഡിലുള്ള. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, ഫണ്ടിങ് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനും അപ്പുറത്ത് മെൻറ്ററിങ് സപ്പോർട്ട്, ഹാൻഡ് ഹോൾഡിംഗ് സപ്പോർട്ട്, ടൈഅപ്സ് വിത്ത് നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ഏജൻസീസ്, ഒരു പ്രൊവൈഡിങ് എ പ്ലാറ്റ്ഫോം ഫോർ പിച്ചിങ് സെഷൻസ് വിത്ത് ഇന്ത്യൻ ഏഞ്ചൽ നെറ്റ്വർക്ക് ആൻഡ് വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ്. അപ്പോൾ അങ്ങനെ പല മൾട്ടിഫേറിയസ് ആയിട്ടുള്ള സപ്പോർട്ട് അണ്ടർ വൺ റൂഫ്. വി ഹാവ് ദിസ് സീഡ് ഫണ്ടിങ് സ്കീം വെയർ വി ഗിവ് അപ് ടു 25 lakhs ഡിസേർവിംഗ് ആയിട്ടുള്ള സ്റ്റാർട്ടപ്സിന് പൈസ കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനുള്ളൊരു സ്കീമുണ്ട്. ഇത് കൂടാതെ അവർ ഈ 1 വർഷത്തിന് ശേഷം അവരുടെ ഉൽപ്പന്നം ഉണ്ടാക്കി കഴിഞ്ഞു, ആ ഉൽപ്പന്നം മാർക്കറ്റിൽ ഇറങ്ങി കഴിഞ്ഞു, മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ അതിന് ഒന്നുകൂടെ വിപുലീകരിച്ച് ആ സമയത്തേക്ക് ഒരു വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് വന്നു എന്ന് വരില്ല. ഞങ്ങൾ 1 കോടി രൂപ തരാം. അപ്പോൾ 1 കോടി രൂപ വരെ വീണ്ടും 1 വർഷത്തേക്ക് കൊടുത്തരാം. അപ്പോഴത്തേക്ക് നിങ്ങളുടെ ആ ഉൽപ്പന്നം എന്താണെന്നും ആ ഉൽപ്പന്നം മാർക്കറ്റിൽ എത്രമാത്രം ചലനം സൃഷ്ടിച്ചുവെന്നും ആ ഉൽപ്പന്നം എത്രമാത്രം മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കും എന്ന് ഒരു വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് കാണാനിടയാവും. സംരംഭകർക്ക് കേവലം സാമ്പത്തിക സഹായവും ഗൈഡൻസും എന്ന നിലയിൽ നിന്ന് ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും ഡൈവേഴ്സിറ്റിയുള്ള വിപ്ലവകരമായ പുതിയ കണ്ടുപിടുത്തങ്ങൾക്ക് വേദിയൊരുക്കുന്ന മൾട്ടി സ്പേസായി KSIDC മാറുകയാണ്. പ്ലസ് വി ആർ ഓൾസോ ട്രൈങ് ടു ബ്രിങ് ഇൻ പോളിസി ഇനീഷ്യേറ്റീവ്സ്. ഇൻഫാക്ട് നമുക്കറിയാം കേരള മൈറ്റ് ബി ദ ഓൺലി സ്റ്റേറ്റ് വിത്ത് സ്റ്റുഡൻറ്റ് ഓൺട്രപ്രണർഷിപ്പ് പോളിസി. അതായത് ഇത് പഠനത്തിൻ്റെ ഭാഗമായി ചെയ്യാമെന്നും അതിന് ക്രെഡിറ്റ്സും കിട്ടുന്ന ഒരു ഏക സംസ്ഥാനമായിട്ട് കേരളം മാറിയിട്ടുണ്ട്. കേരളത്തിന് പുറത്ത് പോയിരിക്കുന്ന ധാരാളം ആൾക്കാർ തിരിച്ചു വരാൻ തയ്യാറായിട്ടുണ്ട്. പ്രത്യേകിച്ച് മറുനാടൻ മലയാളികൾ, ഗൾഫ് നാട്ടിൽ നിന്നൊക്കെ അവരുടെ സാമ്പത്തികമുണ്ട്. ഇവരെ എല്ലാവരെയും കൂടെ ഒന്ന് ഒരുമിപ്പിച്ച് കൊണ്ടുവരിക എന്നുള്ള ആ ഒരു ശ്രമം അതാണ് ഇപ്പോൾ വേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. അത് KSIDC ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പലപ്പോഴും ഇപ്പോൾ ബാംഗ്ലൂരോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലോ ഉള്ള സ്റ്റാർട്ടപ്സ് മലയാളികളാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരെ നമ്മൾ അവിടെയെല്ലാം തന്നെ റോഡ് ഷോസ് നടത്തി അവരെ കേരളത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യുക എന്ന് നമ്മളൊരു അതിന് വേണ്ടിയിട്ടുള്ളൊരു ക്യാമ്പയിൻ നമ്മൾ ചെയ്യുന്നുണ്ട്. ചലനാത്മകമായ നേതൃത്വമാണ് KSIDCക്ക് ഇന്നുള്ളത്. ലോകത്ത് പഠനവും ഗവേഷണവും നടക്കുന്ന മേഖലകളെ തിരിച്ചറിഞ്ഞ് സംസ്ഥാനത്തും ഇന്നൊവേഷൻ സോണുകൾ ഒരുക്കാനൊരുങ്ങുകയാണ് KSIDC.